ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ 2-3 മണിക്കൂർ കുതിർത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പാണിത്. നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 4 ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണ് ചോറ്, 2 ടേബിൾ സ്പൂണ് തേങ്ങ, ആ ഒരു രീതിയിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മൊത്തം തേങ്ങ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂണ് എന്ന് പറയുമ്പോൾ 1/4 കപ്പാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ശർക്കര ചേർത്ത് ചെയ്യുമ്പോൾ ഉപ്പിൻ്റെ അതിലും ഉപ്പുണ്ട്, അപ്പോൾ അത് നോക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 1/4 കിലോ ശർക്കരയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മെൽട്ടായി വരുമ്പോഴേക്കും നമുക്ക് വേറൊരു അടുപ്പിൽ കുക്കറൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഉള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ തേങ്ങാക്കൊത്ത് ചേർക്കുന്നെങ്കിൽ അത് ആദ്യം ചേർത്തിട്ട് റോസ്റ്റായി വരുമ്പോഴേക്കും ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ശർക്കര ഒന്ന് നോക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഉള്ളിയൊക്കെ ഒന്ന് മാറ്റണം, കംപ്ലീറ്റ് മാറ്റിയെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേറൊരു പാത്രത്തിൽ ചെയ്യുന്നെങ്കിൽ വേറെ പാത്രത്തിലും വഴറ്റിയെടുക്കാം. കുക്കറിൽ തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിൽ തന്നെ ചെയ്തെന്നേ ഉള്ളൂ. ഇനി നമുക്കിതിൽ നിന്ന് ഉള്ളിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഉള്ളിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് മാത്രം കുക്കറിൽ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് തന്നെയല്ലേ ബാറ്റർ ഒഴിക്കുന്നത്. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മുടെ ഈ ഒരു ശർക്കര നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിലോട്ട് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് നേരത്തെ
വഴറ്റിയെടുത്ത ഉള്ളി കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ബാക്കിയൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിക്കായിട്ടുള്ള ബാറ്റർ അല്ല കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ കറക്റ്റ് പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. ഇനി നമ്മളിത് ചൂടോടെ തന്നെ കുക്കറിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നേരത്തെ തന്നെ കുക്കറൊന്ന് ചൂടാക്കി ഇടാം. അപ്പോൾ ഇതിപ്പോൾ നന്നായി ചൂടായിട്ടുള്ള കുക്കറാണ്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ചൂടായതിന് ശേഷം നല്ലോണം ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ഇതിലോട്ട് ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗവിൽ നല്ലോണം ലോ ഫ്ലെയിം ആക്കി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നല്ല ചൂടായിട്ടുള്ള ഒരു ഫ്രൈ പാൻ അടിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വിസിൽ വെക്കണ്ട കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്കൊരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്ക് ഇത് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇതിപ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ മുമ്പൊക്കെ ഫ്രൈ പാനിലാണ് കേട്ടോ കൂടുതലും ചെയ്യാറുള്ളത്. അപ്പോൾ പരന്ന പാത്രത്തിൽ ചെയ്യുമ്പോൾ സമയത്തിൽ മാറ്റം വരും, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 20 മിനിറ്റ് വെച്ചാൽ മതി എന്ന് തോന്നുന്നു ഈ ഒരു 3 ലിറ്ററിൻ്റെ കുക്കറിൽ. നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് സമയത്തിൽ മാറ്റം വരും കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ സ്റ്റീൽ കുക്കർ യൂസ് ചെയ്യാതിരിക്കുക, പെട്ടെന്ന് അടുക്കി പിടിക്കും ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പമാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.